Welcome back to Maula Cognition. This is a speech in Malayalam language. I try to mix English as well. I send a message to this guy Liyakkath Ali and Arif Hussain. Liyakkath Alikum Arif Hussain ഞാൻ മെസ്സേജ് അയച്ചു that they should debate with me or discuss with me. അതായത് അവരെന്നോട് ചർച്ചക്കോ സംവാദത്തിനോ തയ്യാറാണെന്ന് ചോദിച്ചു ഞാൻ അവരോട് മെസ്സേജ് അയച്ചു വാട്സാപ്പിൽ. But they haven't replied yet. അവർ മറുപടിയൊന്നും തന്നിട്ടില്ല. The message was sent to Arif Hussain yesterday. ഇന്നലെയാണ് ആരിഫ് ഹുസൈൻ മെസ്സേജ് അയച്ചത്. But I contacted Liyakkath Ali day before yesterday. But there is no response from them. Maula Cognition is wondering why they are not willing to debate with Maula Cognition. Maula Cognition അത്ഭുതപ്പെടുകയാണ്. ഞങ്ങൾ ഇന്നലെയും മഞ്ഞാന്ന് ഇവർക്ക് മെസ്സേജ് അയച്ചിട്ട് എന്തുകൊണ്ട് ഇവർ Maula Cognitionമായി ഒരു സംവാദത്തിന് തയ്യാറാവുന്നില്ല? ഡിങ്ക ഭഗവാന്റെ ശക്തിയൊക്കെ ചോർന്നു പോയോ? Does the power of Dinga, God Dinga has been deteriorated? What's happening? എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ച് നമ്മൾ മെസ്സേജ് അയച്ചു. അതിൻ്റെ മലയാളം വോയിസ് ഞാൻ ഷെയർ ചെയ്യാം. I'm going to share the മലയാളം വോയിസ്, but I am not going to give you an English explanation. സോ ഇതാണ് ആരിഫ് ഹുസൈൻ. ആരിഫ് ഹുസൈൻ എന്ന് പറയുന്നത് ഡിങ്ക മതത്തിൻ്റെ കേരളത്തിലെ മുസ്ലിയാരാണ്. അതായത് ഗ്രാൻഡ് മുഫ്തിയാണ് ഡിങ്ക മതത്തിൻ്റെ ആരിഫ് ഹുസൈൻ തെരുവത്ത്. So Arif Hussain Theruvath is the Grand Mufti or Maulana of Dinga religion or Atheist religion. യുക്തിവാദികളുടെയും നിരീശ്വരവാദികളുടെയും പ്രവാചകനും പരമോന്നത ആത്മീയ നേതാവായ ആയത്തുൽ ഡിങ്ക അൽ സയ്യിദ് അൽ മൗലാന ആരിഫ് അൽ ഖുമൈനി. ആരിഫ് ഖുമൈനിയാണ് ആയത്തുൽ ഡിങ്ക. ഡിങ്കൻ്റെ വചനമായ മഹാത്മാവായ ആളാണ് അദ്ദേഹം മറുപടിയൊന്നും തന്നിട്ടില്ല. അപ്പം ഐ എം ഗോയിങ് ടു പുട്ട് ദ വോയിസ് ഓവർ ഓൺ വാട്സാപ്പ്. ഞാൻ വാട്സാപ്പിൽ അവർക്ക് കൊടുത്ത വോയിസ് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. I said to them, hi, your videos are appearing in my smart TV. I am Jauhar Ali, Maula Cognition, Nakshabandi Al-Hassani from Kozhikode. And you are Liyakkath Ali. Welcome to Ooty. Nice to meet you. അതിനുശേഷം കൊടുത്ത വോയിസ് കേൾപ്പിക്കാം. ഹലോ ഉസ്താദ് ലിയാഖത്ത് അലി അൽ നിരീശ്വരവാദി അൽ മലയാളി അല്ലേ? അപ്പോൾ ഞാൻ ജൗഹർ അലി എന്നാണ് എൻ്റെ ചുരുക്കപ്പേര്. അപ്പോൾ താങ്കളുടെ വീഡിയോകളൊക്കെ ഞാനിടയ്ക്ക് കാണാറ് ശ്രദ്ധിക്കാറുണ്ട്. വളരെ ഞാനിപ്പോൾ കോമഡി ക്ലിപ്സ് ഒന്നും കേൾക്കാറില്ല. കാരണം താങ്കളുടെ വീഡിയോയിൽ ധാരാളം കോമഡികളുണ്ട്. വളരെ നല്ല വീഡിയോ ആണ്. അഭിനന്ദനങ്ങൾ. പിന്നെ ആരിഫ് ഹുസൈൻ്റെ വീഡിയോയും ഞാൻ കാണാറുണ്ട്. വളരെ നല്ല നർമ്മങ്ങൾ നിറഞ്ഞ വീഡിയോ ആണ്. ജഗതി, ഇന്നസെന്റ് ഇവരൊക്കെ വെല്ലുന്ന നർമ്മബോധത്തെയോടെയുള്ള മതനിരൂപണങ്ങളും വിമർശനങ്ങളുമാണ്. അത് ഞാൻ ആസ്വദിക്കാറുണ്ട്. വളരെ നല്ല വീഡിയോകളാണ്. വളരെ ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്യുന്ന താങ്കൾക്ക് സർവശക്തനായ അള്ളാഹു നൽകിയ ഈ കഴിവിനെ ഞാൻ അഭിനന്ദിക്കുന്നു, അനുമോദിക്കുന്നു. ദൈവത്തിനോട് ഞാൻ സ്തുതികൾ അർപ്പിക്കുന്നു. നിങ്ങളെ പോലെയുള്ള മഹാത്മാക്കളെ ഈ ലോകത്തിൽ സമ്മാനിച്ച ദൈവം സർവ സ്തുതിയും അതേപോലെ എല്ലാ ആരാധനകളും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. അപ്പോൾ പകര ഉസ്താദ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ ടി വിയിൽ കാണുന്നത്. വല്ലാത്ത CM ഇല്ലാത്തുദ്രിക്കും എന്നുള്ള വീഡിയോ ഹോം സ്ക്രീനിൽ വരുന്നുണ്ട് നമ്മളെ യൂട്യൂബിൽ. അതിന് തൊട്ടടുത്ത് കൈലാസ് കോരാട്രക് മിറാക്കുലസ് എന്നൊക്കെ പറഞ്ഞു. ജനറലി തിയോളജി, സ്പിരിച്വാലിറ്റി, സയൻസ്, ജോഗ്രഫി ഇതെല്ലാം ഉള്ള ചാനലുകളാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. താങ്കളുടെ വീഡിയോ നല്ല ഭംഗിയുണ്ട്. താങ്കളോട് നമുക്ക് വിദ്യാസമോദരപ്പൊന്നുമില്ല. പക്ഷേ താങ്കളുടെ അറിവനുസരിച്ചുള്ള കാര്യങ്ങൾ താങ്കൾ മനസ്സിലാക്കിയ താങ്കൾക്ക് ശരിയാണെന്ന് തോന്നുന്നു, സത്യമാണെന്നുള്ള കാര്യങ്ങൾ താങ്കൾ തുറന്നു പറയുന്നു. നല്ല കാര്യമാണ്. നിങ്ങളെപ്പോലെയുള്ള ആളുകളാണ് ഈ നാടിന് ആവശ്യം. കാരണം ജനങ്ങളെ ചിന്തിക്കുകയും അതേപോലെ ജനങ്ങളെ ചിന്തിപ്പിക്കുകയും ചെയ്യാനുള്ള പ്രവർത്തനങ്ങളാണ് താങ്കൾ നടത്തുന്നത്. അപ്പോൾ കണ്ടതിൽ വളരെയധികം സന്തോഷം. എൻ്റെ ഭൂമിശാസ്ത്രവും ചരിത്രവും ഒക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വായിച്ചു തരാം. താല്പര്യമുണ്ടെങ്കിൽ എനിക്ക് സംസാരിക്കാം.
So I said to them, I like your videos, your comedy clips. I stopped watching film comedies like comedy reels and all, like Mr. Bean or similar Malayalam or South Indian comedies. Because I thank Allah for sending people like you, very active people. You are actually part of God's plan to shake up the brains of these square-head sleeping scholars and religious leaders. So I thank Allah Almighty God for sending Liyakkath and Arif Hussain, so that all the scholars, they will wake up, they will seek wisdom and understanding, and then they will know the truth, and the truth will set them free. So I gave them some good comments, and the next voice we can hear. അപ്പം നമ്മൾ യുക്തിയെ നിഷേധിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും. കാരണം യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങൾ ഈ ലോകത്ത് സംഭവിക്കുമ്പോൾ നമ്മൾ തള്ളേണ്ടത് എന്തിനാണ്? So I said to them, there are times when we will have to reject our intellectualism or rationalism, because when we see things that are happening in this world that doesn't go along with our yukti or common sense or rationalism. So there are things beyond rationalism and human explanation. So at that time we will have to reject, we will have to deny our own understanding and our own ability and the ability of science or any other human wisdom, the inability of science and human wisdom to explain certain events in this world or events in our own life, what we call miracle or incident that is beyond the explanation of physics, chemistry, geography, biology and all other demonology, everything. സയൻസിൻ്റെ ഒക്കെ ഈ തിയറീസ് ഓർ ലോസ്, സയൻറ്റിഫിക് ലോസ് ആൻഡ് തിയറീസ്, ഇതിനും നിരക്കാത്ത കാര്യങ്ങൾ ഈ ലോകത്ത് സംഭവിക്കണം. നിങ്ങൾ ദൈവത്തിനെയും മതത്തിനെയും തള്ളുന്ന അതേ ഉസൂൽ മെത്തഡോളജി, അതിലൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ യുക്തിയെയും സയൻസിനെയും തള്ളാൻ തയ്യാറാണ്. അപ്പോഴേ നിങ്ങളുടെ നിരീശ്വരവാദവും യുക്തിവാദവും പൂർണ്ണമാവും. അല്ലാതെ നിരീശ്വരവാദ യുക്തിവാദം പൂർണ്ണമാവില്ല. കാരണം യുക്തിക്ക് നിരക്കാത്ത ചില കാര്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വിറ്റ്നസ് ആയാൽ നമ്മുടെ യുക്തിക്ക് പ്രസക്തി ഇല്ലാതെ നോക്കും. അതേപോലെ തന്നെ സയൻസിന്റെ നിയമങ്ങൾക്ക്, അതായത് ഫിസിക്സിലൊക്കെയുള്ള നിയമങ്ങൾക്ക് വിപരീതമായിട്ട് ലോകത്ത് പല കാര്യങ്ങൾ നടന്നാൽ. So there are things happening in this universe, in this world. 99% of them are not in agreement with our rationalism, our understanding of science or our scientific explanation. They are beyond. There are so many things the science has not been advanced to explain things. That means we have to reject our intellectual capabilities, IQ or intelligence, or even our own rational thinking. All these things we will have to set aside, we will have to deny all. So you will have to become a bloody ex-rationalist, a bloody crap ex-Muslim, a bloody crap ex-common sense person, because things that are out of the common sense, bloody ex-scientific person. So hayala scientific thinking, all this crap, sometimes you will have to set aside, because things you're going to witness in your life, or you read or understand about the people who witnessed the things in their life that's beyond the human explanation, then they had to set aside their scientific thinking. Hayala scientific thinking means come to scientific thinking. All they have to set aside. That's what Maula Cognition is explaining to these crook heads. അതും എന്ത് ചെയ്യണം? നമ്മൾ സയൻസിനെ നിഷേധിക്കണം. So we'll have to deny science. നിങ്ങളുടെ ദൈവനിഷേധം
പൂർണ്ണമാവും. കാരണം സയൻസിന് നിങ്ങൾ ദൈവമാക്കുന്നു, നിങ്ങളെ യുക്തിയാണ് നിങ്ങൾ. So you are making science into a god. So when things that happen that contradict the science, contradict our rationalism or scientific thinking, then you will have to deny science and rationalism, because then only your denial of God will become perfect. Otherwise, science become your God, your own rational thinking become your God, your own brain become your God, your own neurons become your gods and goddesses, and your own five senses become your gods. So there are things that is beyond the explanation of the five senses and logical thinking or rational thinking. So these little children from Kerala is an excitement for people in Kerala. കേരളത്തിലെ ജനങ്ങൾക്ക് യുക്തിവാദം, നിരീശ്വരവാദം, മതസംവാദം എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു ഇന്ത്യക്കാർക്ക് പൊതുവെ ഒരു ഭയങ്കര ഒരു എന്താ പറയുക, ഒരു എക്സൈറ്റ്മെൻ്റാണ്, ഒരു ആവേശം, അതേപോലെ തന്നെ ഒരു മതിഭ്രമമാണ്. കാരണം ഇവരുടെ വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അടുത്ത് തുടങ്ങിയ പരിപാടിയാണ്. ദേ തിങ്ക് ഓൾ ദീസ് rationalism, debates, apology or atheism, this all started recently when the YouTube and social media come, and these people came out from the womb of their mothers in 1970s and 80s. അപ്പോൾ ഇവർ വിചാരിക്കുന്ന 1950 ഇവരുടെ ഉമ്മയുടെ വയറ്റിൽ നിന്ന് ഇവർ പുറത്തു വന്നതിന് ശേഷം ഇവർ മനസ്സിലാക്കിയപ്പോൾ തുടങ്ങിയ പുതിയൊരു പ്രസ്ഥാനമാണ് യുക്തിവാദം, നിരീശ്വരവാദം, മതങ്ങളും മതസംവാദങ്ങളൊക്കെ എന്നാണ് ഇവർ വിചാരിക്കുന്നത്. ബട്ട് ഓൾ ദ റിലീജിയസ് ഡിബേറ്റ്സ് ഹാസ് ബീൻ ഹാപ്പനിങ് സിൻസ് ദ ബിഗിനിങ്. ദ ഗ്രീക്സ്, ദ റോമൻസ്, പേർഷ്യൻസ്, ഇന്ത്യൻസ്, എവരിബഡി യൂസ് ഡിബേറ്റ്. ഗ്രീക്കുകാർ, റോമക്കാരും അറബികളും പേർഷ്യക്കാരും ഒക്കെ സാഹിത്യത്തിലും ഫിലോസഫിയിലും ഡിബേറ്റിലും ഒക്കെ വളരെ അഡ്വാൻസ്ഡ് ആണ്. ദേ വർ വെരി അഡ്വാൻസ്ഡ്. പേർഷ്യൻ, റോമൻസ്, ഗ്രീക്സ് ആൻഡ് അറബ്സ് in literature, scientific thinking, all everything is not a new thing. So it is in Kerala, according to sociologists, Indian society is very immature. I mean, South Asians are very immature. They are very impulsive. They are people who follow their impulsive passions and thoughts rather than understanding things with maturity and an advanced stage. സോ സോഷ്യോളജിസ്റ്റുകളൊക്കെ പറയുന്നത്, സാമൂഹ്യ ശാസ്ത്രജ്ഞരൊക്കെ പറയുന്നത്, മലയാളികൾ, ഇന്ത്യക്കാർ പൊതുവെ വളരെ ഇമ്പൾസീവായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. അതായത് വൈകാരികമായിട്ടുള്ള ആളുകളാണ്, വൈകാരികത പ്രകടിപ്പിക്കുന്ന ആളുകളാണ്. അവരിൽ എന്തില്ല, ഈ പക്വതയോടുകൂടി കാര്യങ്ങൾ അറിയാനും മനസ്സിലാക്കാനും അതേപോലെ തന്നെ ആഴത്തിലിറങ്ങി ചിന്തിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഈ കഴിവോ അല്ലെങ്കിൽ പക്വതയോ ഇവർക്കില്ല. അത് സോഷ്യോളജിസ്റ്റുകളുടെ പൊതുവെയുള്ളൊരു കൊട്ടേഷൻസാണ്. നമുക്ക് പണ്ട് ഞാൻ സോഷ്യോളജിയിലൊക്കെ പഠിച്ച കാര്യങ്ങളാണ്. അപ്പോൾ ദേ തിങ്ക് ദാറ്റ് ദിസ് ഈസ് an exciting thing about criticizing Islam or other religion. It's not a new thing. ഇസ്ലാമിനെ മറ്റു മതങ്ങളെ വിമർശിക്കുന്ന ഒന്നും ഒരു പുതിയതൊന്നുമല്ല. ഈ നിരീശ്വരവാദം എന്നൊക്കെ പറഞ്ഞ് വേണം നടത്തുന്നത് ചെറിയ ഈ കുട്ടികളിയാണ്. ദിസ് ജസ്റ്റ് ലൈക്ക് എ ചൈൽഡ് പ്ലേ. ഓൾ ദീസ് എസെൻസ് ഗ്ലോബൽ, ഓൾ ദീസ് ഇന്റർഫെയ്ത്ത് ആൻഡ് atheist logical thinking or rational conference. This is just bloody crap from people who are not expert in any of this knowledge. സോ ഇതിലൊന്നും വൈദഗ്ധ്യമില്ലാത്ത ആളുകൾ, അതായത് ഇതിലൊന്നും അഗാധമായ പാണ്ഡിത്യമോ വിവരമില്ലാത്ത ആളുകളാണ് ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്ത് മതവിമർശനങ്ങൾ നടത്തുന്നത്. അപ്പം ഇതിൻ്റെയൊക്കെ ഒരു പ്രൊഡക്റ്റാണ് ഈ കുട്ടികളായിട്ടുള്ള നമ്മുടെ ലിയാഖത്ത് ഉസ്താദും ആരിഫ് മൗലിയാരും, അതായത് നിരീശ്വരവാദികളുടെ. So they have found a character from Malayalam comic called Dingan, like a mouse with means a rodent with a superhero dress. So their mindset is working in the childishness, because even an immature comic character is what they represent as their deity, their almighty. ഇവരുടെ ദൈവം അല്ലെങ്കിൽ അൽമൈറ്റി ആയിട്ട് ഇവർ കാണുന്നത്, ഇവരുടെ മനസ്സ് തന്നെ ആ ഒരു ഇതിലേക്ക് ഡയറക്റ്റഡ് ആണ്. അത്തരം ഒരു അവസ്ഥയിലേക്കാണ് ഇവർ നിങ്ങളെ വലിച്ചുകൊണ്ട് പോകുന്നത്. ദേ ആർ ഡ്രാഗിങ് യു ടു എ ബാലമംഗളം, എ ചിൽഡ്രൻ കോമിക് വേ ഓഫ് തിങ്കിങ്. അതായത് കുട്ടികളുടെ കോമിക് പുസ്തകം, കഥാപുസ്തകത്തിലുള്ള അമർചിത്ര കഥാരൂപത്തിലുള്ള ക്യാരക്ടർ, അതിലുള്ള ഈ കഥാപാത്രങ്ങളുടെ നിലവാരത്തിലേക്കുള്ള ചിന്തകളിലേക്കാണ് ഇവർ നിങ്ങളെ കൊണ്ടുപോകുന്നത്. ദേ ആർ ഡ്രാഗിങ് ദ ന്യൂ ജനറേഷൻ ഇൻ ടു ദാറ്റ് കൈൻഡ് ഓഫ് വേ ഓഫ് തിങ്കിങ്. സോ
even there they don't represent like a major thinker like a Plato, Socrates, or any other even senior atheist thinkers in the classical world as their very like a superhero or a role model. They don't take them. സോക്രട്ടീസ്, പ്ലാറ്റോ എന്നൊക്കെ പറയുന്ന വലിയ വലിയ തത്വചിന്തകർ, ഗ്രീസിലും ഇവിടെയൊക്കെയുള്ള തത്വചിന്തകരും ഇവരുടെ ഒരു റോൾ മോഡൽ, അതായത് ഒരു പ്രധാന കഥാപാത്രമായിട്ട് ഇവർ എന്ത് ചെയ്യുന്നില്ല, ഒരിക്കലും പരിചയപ്പെടുത്തുന്നില്ല. സോ ദേ ആർ ടേക്കിംഗ് കോമിക് ക്യാരക്ടേഴ്സ് ആസ് ദെയർ റോൾ മോഡൽ ഓർ ദെയർ ലോഗോ, ദ വൺ ദേ റെപ്രസെൻറ്റ്. അപ്പം ഇതിൽ മനസ്സിലാക്കേണ്ടത് ഇവരുടെ ഈ വിമർശനങ്ങൾക്കോ മതവിരോധത്തിനോ ദൈവനിഷേധത്തിനൊന്നും എന്തില്ല, ഈ നിലനിൽപ്പില്ല. മീൻസ് ദെയർ ആർഗ്യുമെൻറ്റ്സ് ആർ വീക്ക് ആൻഡ് ദേ കാൺ സ്റ്റാൻഡ് with somebody who can really expose their different level of stages of their behavior, attitude and even cognition. ഇവരുടെ ഈ കോമഡി കഥാപാത്രങ്ങൾ ഉപയോഗിക്കുന്ന ഇവർക്ക് വലിയ ഈ പ്രസക്തിയില്ല. ഇവരുടെ ഈ സംവാദങ്ങൾക്കോ വിമർശനങ്ങൾക്കോ ഇവർ ഉന്നയിക്കുന്ന ആ പ്രധാന പോയിന്റുകൾ അതിനൊന്നും എന്തില്ല, വലിയ പ്രസക്തിയില്ല. അതുകൊണ്ട് അത്തരം ആരോപണങ്ങൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ വിമർശിക്കപ്പെടുമ്പം ഇവരുടെ ഈ ചീട്ട് കൊട്ടാരം, ദർ കാർഡ്ബോർഡ് ബോക്സ് ഈസ് ഗോയിങ് ടു fall apart. So this is a very big this is not a very big deal with debating these people. So I invited them for a debate, but they haven't come forth. So I will continue to play that voice. നിങ്ങളുടെ യുക്തിയിൽ കൂടിയാണ് നിങ്ങൾ ഈ ലോകത്തിനെ കാര്യങ്ങളെ നിങ്ങൾ വിമർശിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത്. So they are seeing things through their intellect. Means intellect, yukti means rationalism is depends on one's own rational understanding. Some people are good at maths, some people are good at science, some people are good at social sciences, or some people are good at arts. So if an artist, someone who is very bad at maths but expert at art, they will sometimes criticize maths being not good enough subject. അപ്പോൾ ഇതേപോലെയാണ് യുക്തിവാദികളുടെ വിമർശനങ്ങളും മതവിമർശനങ്ങളും ദൈവ നിഷേധമൊക്കെ. കാരണം അവർക്ക് അവരുടെ മനസ്സിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങളെ അവരെന്ത് ചെയ്യും, വിമർശിക്കുന്നു. അതേസമയത്ത് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങൾ അവർ പ്രകീർത്തിക്കുകയും ചെയ്യും. കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാതായത് കൊണ്ടാണ് കാരണം അത് വിമർശിക്കുന്ന ചില കാര്യങ്ങൾ. അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത അവസ്ഥയിലാണ് അവരുടെ മൈൻഡ് സെറ്റ്, കോഗ്നിഷൻ, മനസ്ഥിതി ആയതുകൊണ്ടാണ്. അല്ലാതെ മറ്റൊരു ഇത് അതിൻ്റെ കോണ്ടെക്സ്റ്റിൽ, അതിൻ്റെ ആശയത്തിൽ അതിന് കുഴപ്പമുള്ളതുകൊണ്ടല്ല. ഇറ്റ് ഈസ് നോട്ട് ബിക്കോസ് ഓഫ് ദ പ്രോബ്ലം വിത്ത് ദ സബ്ജക്റ്റ് ദേ ഹേറ്റ്, ഇറ്റ് ഈസ് ബിക്കോസ് ദേ ഡോണ്ട് ലൈക്ക് ഇറ്റ്. സോ ദെയർ ആർഗ്യുമെൻറ്റ്സ് കം ഫ്രം ഹേറ്റ്രഡ്, ബിഗട്രി. അതായത് ഇവരുടെ ഈ മതവിമർശനങ്ങളും ആർഗ്യുമെൻറ്റ്സും ഒക്കെ വരുന്നത് മതത്തോടുള്ള വെറുപ്പ്, വെറി, മതവെറി, അതേപോലെ ദൈവവിശ്വാസത്തോടുള്ള വെറി. അതായത് വെറിക്കിപ്പം മലയാളത്തിൽ വേറൊരു ഭാഷ എന്ന് പറയുക, എതിർപ്പ്, ശത്രുത, അല്ല ഇഷ്ടമില്ലായ്മ. അതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതിന് മനഃശാസ്ത്രം, സൈക്കോളജി, അവരുടെ മൈൻഡ് സെറ്റാണ് അതിന് പ്രധാന ഘടകം. അല്ലാതെ മതപരമായ വിഷയങ്ങൾ കുഴപ്പമുള്ളതുകൊണ്ടല്ല. ധാരാളം ക്രിസ്ത്യാനികളും ഹിന്ദുക്കളിലും മുസ്ലിങ്ങളിലും യഹൂദരിലും ധാരാളം നന്മ നിറഞ്ഞ ആളുകളുണ്ട്. അതിൽ സന്യാസി വര്യന്മാരായ ആളുകൾ, സൂഫികൾ, അതേപോലെ സ്വാമിമാർ, മഹർഷിമാർ, അതേപോലെ തന്നെ ഈ ക്രിസ്ത്യൻ സന്യാസിനിമാർ, അതായത് മങ്സ് എന്ന് പറയും, സന്യാസിനിമാർ. അതേപോലെ ഈ മലമുകളിലൊക്കെ ഏകാന്തവാസം ചെയ്യുന്ന, ധ്യാനത്തിലിരിക്കുന്ന, ഹെർമിറ്റേജ് ചെയ്യുന്ന ആളുകൾ, അതൊക്കെ ഉണ്ട്. അതേമത്ത് രാഷ്ട്രീയപരമായിട്ട് ലോകത്ത് ഭരിച്ച ക്രിസ്ത്യൻ രാജ്യങ്ങൾ, ക്രിസ്ത്യൻ നേതൃത്വം രാഷ്ട്രീയമായിട്ട് ഇടപെട്ടിരിക്കുന്ന നേതൃത്വം അവിടുത്തെ രാഷ്ട്രീയപരമായ നിയമങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ ഈ ആയുധങ്ങളും യുദ്ധങ്ങളും ചെയ്തിട്ടുണ്ട്. അത് ഇസ്ലാമിക ലോകത്തും അങ്ങനെ ഉണ്ട്. കാരണം ഓരോ നിയമങ്ങളും ഓരോ മതത്തിലുള്ളത്, ഓരോ വിഷയങ്ങളും സംസാരിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോടാണ്. രാജാവിനോട് സംസാരിക്കുന്ന നിയമങ്ങളുണ്ട്,
സുൽത്താൻ, അതേപോലെ തന്നെ ഗവർണേഴ്സ്, അവരോട് സംസാരിക്കുന്ന നിയമങ്ങളുണ്ട്. So there are laws that in religion that speak out to the leaders of the nation, soldiers of the nation, police of the nation, judges of the nation. So there are civilians. So the rules are different, but they quote the verses about the rulers or judges or a military expedition, and they make out that this is for every community, this is for every Muslim, even a civilian Muslim has to practice it. ഇവർ പറയുന്നത് ഈ നിയമങ്ങൾ, മതത്തിലുള്ള വ്യത്യസ്ത നിയമങ്ങൾ, പോലീസുകാർക്കുള്ള നിയമം, പട്ടാളക്കാർക്കുള്ള നിയമം, രാജാവിനുള്ള നിയമം, മന്ത്രിക്കുള്ള നിയമം, പ്രജകൾക്കുള്ള നിയമങ്ങൾ, ഇതെല്ലാം വേർതിരിച്ച് കാണാതെ ഈ പട്ടാളക്കാരോട് പറഞ്ഞ നിയമങ്ങൾ, അവർക്ക് യുദ്ധസമയത്ത് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ ഒരു സിവിലിയനായിട്ട്, അതായത് സാധാരണക്കാരനായി ജീവിക്കുന്ന ഒരു മുസ്ലിമും അത് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഇസ്ലാമിനെ വിമർശിക്കുന്നത്. പക്ഷേ ഇസ്ലാമിൽ അങ്ങനെ നിയമങ്ങളൊന്നുമില്ല. സാധാരണക്കാരായി ജീവിക്കുന്ന സിവിലിയൻസ്, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ സിറിയയിലും മറ്റുള്ള രാജ്യങ്ങളൊക്കെ ധാരാളം പ്രശ്നങ്ങളുണ്ട്. എല്ലാ ആളുകളും ആയുധമെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ആക്രമിക്കാത്തത് എന്തുകൊണ്ട് കുറേ ആളുകളും പുരുഷന്മാരും സ്ത്രീകളും അഭയാർത്ഥികളായി മാറുന്നു. അപ്പോൾ ഓരോരോ ആളുകൾ, ഓരോ രാജ്യത്തിന് ഓരോ നിയമങ്ങളുണ്ട്, ഓരോരോ സംഘടനകൾക്ക് ഓരോ നിയമങ്ങളുണ്ട്. ഐസിസ്, അതായത് തീവ്രവാദ സംഘടനയായിട്ടുള്ള ഐസിസ് ഇറാഖും സിറിയയും ഇന്ത്യയുടെ പല ഭാഗങ്ങളും, അതായത് ഇപ്പം യുദ്ധം നടക്കുന്ന ഭാഗങ്ങളൊക്കെ അവർ കൈയടക്കി ഭരിച്ചിരുന്നു ഐസിസ്. പക്ഷെ അവിടെപ്പോഴും ക്രിസ്ത്യൻ ആരാധനാലയങ്ങളും ക്രിസ്ത്യാനികളും അവിടെപ്പോഴും ജീവിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ആ ക്രിസ്ത്യാനികൾ മുഴുവൻ കൊല്ലപ്പെടുകയും ക്രിസ്ത്യാനികളുടെ ഈ ചർച്ചുകൾ മൊത്തം നശിപ്പിക്കപ്പെടുകയും ചെയ്തില്ല? ആ വിഷയങ്ങളൊന്നും ഇവർ മനസ്സിലാക്കില്ല. അതേപോലെ തന്നെയാണ് ഈ നിരീശ്വരവാദികളെയും യുക്തിവാദികളെയും താങ്ങി നിർത്തി അവരുടെ ആശയങ്ങൾ കടമെടുത്തുകൊണ്ട് ഇസ്ലാമിനെ വിമർശിക്കുകയും അല്ലെങ്കിൽ മറ്റുള്ള മതങ്ങളെ വിമർശിക്കുകയും ചെയ്യുന്ന ഈ ഇതര മതസ്ഥർ, മുസ്ലിങ്ങളായാലും ക്രിസ്ത്യാനികളായാലും അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. അത് അവരും അന്തമില്ലാത്ത വിവരമില്ലാത്ത ഈ തേർഡ് റേറ്റ് ഇമ്പൾസീവ് ആളുകളാണ്. മീൻസ് ദീസ് പീപ്പിൾ ആർ വെരി ഇമ്പൾസീവ് തേർഡ് റേറ്റ് പീപ്പിൾ. And the religious scholars and religious organization or TV channels like Shekina, Goodness TV, all other kind of online media, they take their videos and they propagate their teaching and criticism of Islam as a legitimate explanation of Islam. That's very wrong, because even today ISIS ruled this Aleppo for over a year, over 2 or 3 years. And now the other extremist groups are taking over Aleppo. But there are Christian churches and the Christian community there. Why all the Christians they did not massacre all the Christians? They did not destroy all the churches. Why? Because this war is, Islam does not endorse such crimes, and this war is not a jihad. It is just a political scam. This is what Maula Cognition would like to say. There are other things. So their arguments are very, very weak. Even so many incidents you can look. There are still so many temples and Hindu communities in other parts of South India, like areas of Pakistan, Bangladesh. So there is no rules like that. So if a king take over one nation, he can even destroy the mosque built by another king from the enemy nation. Then he can build his own mosque, and he can destroy a church or a temple or anything. That always happened, and some they protect, some they destroy because they want to loot a mosque or a church, or because they want to show their power. So this has nothing to do with the religious order, rules or regulations. It is just what is allowed for a king and what is not allowed for a king or a ruler. So they are just generalizing everything, and they are attacking Islam. അപ്പം ഒരു മതത്തെ മാത്രം തിരഞ്ഞു പിടിച്ച് എന്ത് ചെയ്യേണ്ട, ആക്രമിക്കേണ്ട ആവശ്യമില്ല. ഈ സ്പെയിനിലൊക്കെ ധാരാളം മസ്ജിദുകൾ എന്താക്കിയിട്ടുണ്ട്, ചർച്ചുകളാക്കിയിട്ടുണ്ട്. ടർക്കിയിൽ അഗിയ സോഫിയ മോസ്ക് ആക്കിയതുപോലെ, ചർച്ച് മോസ്ക് ആക്കിയതുപോലെ മുസ്ലിങ്ങൾ ഭരിച്ച സ്പെയിനിൽ അവർ നിർമ്മിച്ച പള്ളികൾ ധാരാളം ചർച്ചുകളായിട്ടുണ്ട്. മുസ്ലിങ്ങൾ സ്പെയിൻ ഉപേക്ഷിച്ച് പോയതിനു ശേഷം, after Muslims left Spain, after the Spanish Muslims ruled Spain, and so many of the mosques in Spain that built by Muslims are now churches. And same way, so many of the churches that's built by Christians in Cyprus,
like North Cyprus, they are now most. I have been into Cyprus. ഞാൻ സൈപ്രസ് സന്ദർശിച്ചിട്ടുണ്ട്. അവിടെ ധാരാളം ചർച്ചുകൾ ഇപ്പോഴും പള്ളികളാണ്. എന്തുകൊണ്ട് ആ ചർച്ചുകളുടെ മേലാരും അവകാശവാദം ഉന്നയിക്കുന്നില്ല? എന്തുകൊണ്ടോ ഹഗിയ സോഫിയയെ മാത്രം ഈ ചർച്ചാക്കി മോസ്കാക്കി എന്നുള്ള വിവാദം ഇന്ന് നടക്കുന്നു. ധാരാളം പള്ളികൾ സ്പെയിനിൽ ചർച്ചാക്കി മാറ്റിയിട്ടുണ്ട്. മുസ്ലിം പള്ളികൾ, മുസ്ലിം മോസ്കുകൾ, മസ്ജിദുകൾ. പക്ഷേ അതൊന്നും പിന്നെ അതിനെക്കുറിച്ച് മുസ്ലിങ്ങൾ എവിടെയെങ്കിലും പ്രതിഷേധിച്ചോ? അല്ല ഇതൊക്കെ വീണ്ടും പള്ളിയാക്കണമെന്ന് പറഞ്ഞ് എവിടെയെങ്കിലും പ്രദേശങ്ങൾ നടക്കുന്നുണ്ടോ? യൂറോപ്യൻ രാജ്യങ്ങളിലോ ഇസ്ലാമിക രാജ്യങ്ങളിലോ ഇല്ല. സോ ദർ ഈസ് ഡിസ്ക്രിമിനേഷൻ ഇൻ ആർഗ്യുമെൻറ്റ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുണ്ട്. അപ്പോൾ ഞാൻ വോയിസ് വീണ്ടും കേൾപ്പിച്ച് തരാം. ഐ എം ജസ്റ്റ് എക്സ്പ്ലെയിനിങ് വാട്ട് ഐ എം സെയിങ് ടു ദീസ് പീപ്പിൾ. ഐ ആം വില്ലിങ് ടു ഡിബേറ്റ് ഓൾ ദീസ് പീപ്പിൾ. ഞാൻ ഇവരോടായിട്ട് ലോകത്തുള്ള ഏത് മൂല്യാരുമായിട്ട്, ഏത് വിവാദത്തിൻ്റെ മൂല്യാരായിട്ട് നമ്മൾ സംവാദത്തിന് തയ്യാറാണ്. We have no fear or frustration. ഇന്റലക്ച്വൽ ബൗദ്ധികമായിട്ടുള്ള ആ ഒരു തലം, അതിലൂടെയാണ് ഈ ലോകത്തുള്ള ഈ കള്ളമത നേതാക്കളും പണ്ഡിതന്മാരൊക്കെ ജനങ്ങളെ വഴിവെക്കുന്നത്. അപ്പൊ യുക്തിക്ക് പുറത്താണ് എന്ത് പല കാര്യങ്ങളും. 99% കാര്യങ്ങളും ലോകത്തുള്ള യുക്തിക്ക് പുറത്താണ്. അപ്പം യുക്തിയെ നിങ്ങൾ നിഷേധിക്കാൻ തയ്യാറാണ്. എൻ്റെ യുക്തി അതിന് അടിസ്ഥാനമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. Means 99% of the things in the world is out of one's intellect or rationalism. So you need to understand that this is beyond rationalism, and you have to even reject your rationalism. If you are truly a rationalist, you need to even reject your own rational thinking. സയൻസിന് പൂർണ്ണമായിട്ട് അടിസ്ഥാനം മനസ്സിലാക്കണം. അപ്പോഴേ നിങ്ങളുടെ യുക്തിവാദവും നിരീശ്വരവാദവും പൂർണ്ണവും. അല്ലാതെ നിങ്ങളൊരാൾദൈവമായി മാറുന്നു. നിങ്ങളുടെ യുക്തി ഒരാൾദൈവമായി മാറും. നിങ്ങളുടെ ഇന്റലക്ട് ഒരാൾദൈവമായി മാറും. അപ്പോൾ നിങ്ങൾ മറ്റുള്ള ആളുകൾ ആരാധിക്കുന്ന ദൈവങ്ങളെയോ ദൈവത്തിനെയോ നിങ്ങൾ നിഷേധിക്കുകയും നിങ്ങളുടെ യുക്തിയെ തന്നെ നിങ്ങൾ ദൈവമായി സ്വീകരിക്കുകയും ചെയ്യുന്നു. അപ്പൊ നിങ്ങളുടെ യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങൾ ഈ ലോകത്ത് നടന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയാൽ നിങ്ങളെ യുക്തിയെ നിങ്ങൾ എന്ത് ചെയ്യണം? പൂർണ്ണമായിട്ട് നിഷേധിക്കണം. അതായത് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ബുദ്ധിയില്ലാത്ത ആളായി മാറണം. അതായത് ബുദ്ധി ഉപയോഗിക്കാത്ത ആളായി മാറണം. കാരണം നിങ്ങളുടെ യുക്തിക്ക് നിരക്കാതെ ധാരാളം കാര്യങ്ങൾ സംഭവിക്കും. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ യുക്തിയെ തന്നെ നിങ്ങൾ നിഷേധിക്കണം. അപ്പോൾ നിങ്ങൾ സയൻറ്റിഫിക് തിങ്കിങ്ങിനെ നിങ്ങൾ നിഷേധിക്കണം. സയൻസിനെ നിങ്ങൾ നിഷേധിക്കണം. അപ്പോൾ നിങ്ങൾ ആരെ മാതിരിയാകണം? നമ്മുടെ ഏതൊരു ഫിലിമല്ലേ, വെൽക്കം ടു ഊട്ടി, നൈസ് ടു മീറ്റ് യു. ആ രേവതി അതിലുണ്ട്, ഒരു ഭ്രാന്തിയായിട്ട് അഭിനയിക്കുന്നത്. സോ യു മസ്റ്റ് ലൈക്ക് രേവതി. അവിടെ നോക്കൂ, അവിടെ രണ്ടക്കൊട്ടൻ, എനിക്ക് വേണോ, എനിക്ക് വിശക്കുന്നു എന്നുള്ള തലത്തിലേക്ക് നിങ്ങൾ വരണം. നിങ്ങളുടെ വിശപ്പ് എന്താണ്? അറിവ് നേടാനുള്ള വിശപ്പായിരിക്കണം. ഈഗോ മാറ്റി വെക്കുക. ഡോണ്ട് ബി ഈഗോ സെൻട്രിക്. സോ യു മസ്റ്റ് ബി ലൈക്ക് മിസ്റ്റർ ബീൻ. ഇഫ് യു ആർ റിയലി എ സയൻറ്റിഫിക് തിങ്കിങ് റാഷണൽ പേഴ്സൺ, you need to understand your own rationality, and scientific thinking sometimes is not enough to understand certain natural phenomena or anomalies or world events that's happening in the world. So you must act like Mr. Bean. You must live like Mr. Bean. So don't give yourself into your own intellectual thinking or logical or scientific knowledge, because scientific knowledge is always not true. So let's hear the rest of the voice. WhatsApp voice-ൽ കൊടുത്തതാണ്. This is given to Liyakkath and Arif Hussain in WhatsApp. കാരണം ബുദ്ധിക്ക് നിരക്കാത്ത പല കാര്യങ്ങളും ലോകത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സംഭവിക്കുന്നില്ല. അതുകൊണ്ട് ബുദ്ധിയെ നിങ്ങൾ ആശ്രയിക്കരുത്. നിങ്ങളുടെ യുക്തിയെയോ അല്ലെങ്കിൽ പഠിച്ചിട്ടോ കണ്ടിട്ടോ കേട്ടിട്ടുള്ള അറിവിനെ നിങ്ങൾ പൂർണ്ണമായി ആശ്രയിച്ചത് സത്യമാണെന്ന് വിശ്വസിക്കാൻ പാടില്ല. അപ്പോൾ നിങ്ങളുടെ നിരീശ്വരവാദം പൂർണ്ണമാണ്. നിങ്ങളുടെ യുക്തി നിങ്ങളുടെ ഈശ്വരനെ അയക്കുന്നത്രയും കാലം നിങ്ങൾ നിരീശ്വരവാദിയാൻ പറ്റില്ല പൂർണ്ണമായിട്ട്. അപ്പൊ ഇതൊക്കെ മൗല കോഗ്നിഷൻ. എൻ്റെ പേര് മറക്കണ്ട, ജൗഹർ അലി നക്ഷബന്ദി അൽ ഹുസൈൻ. നിങ്ങളുമായിട്ട് സംസാരിക്കാൻ നമ്മൾ തയ്യാറാണ്. ഏത് ഓൺലൈനിലാണെങ്കിലും ഇൻഷാ യുക്തി ഓൺലൈനിലാണെങ്കിലും നമുക്ക് അങ്ങനെ ആക്കാം. അതുകൊണ്ട് താങ്കളുടെ മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ കണ്ണിൽ എണ്ണ വഹിക്കാതെ കാത്തിരിക്കുകയാണ്. വസ്സലാമു അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഡിങ്കാമു അലൈക്കും. ഡിങ്കന്റെ സമാധാനം ഉണ്ടായിരിക്കട്ടെ. ഞാൻ നിങ്ങൾക്കൊക്കെ മെസ്സേജ് അയച്ചു.
നിങ്ങൾ സംവാദത്തിനോ ചർച്ചക്കൊക്കെ തയ്യാറാണോ എന്ന് ചോദിച്ചു മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾ മറുപടി ഒന്നുമില്ലല്ലോ. നിങ്ങൾ ഓൺലൈനിലൊക്കെ വന്നിട്ടുണ്ടാകും, നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ മെസ്സേജ് കണ്ടിട്ടുണ്ട്, ഓൺലൈനിൽ വന്നു, പക്ഷെ നിങ്ങൾ മറുപടി ഒന്നും പറയുന്നില്ല എന്നുള്ളത് വളരെ ദുഃഖകരമാണ്. ഡിങ്ക ഭഗവാന്റെ ശക്തിയൊക്കെ ചോർന്നു പോയോ നമ്മൾ വന്നപ്പോൾ? എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് പറഞ്ഞു തരും. ഞാൻ ആരിഫ് ഹുസൈനോടും അതേപോലെ ഡോക്ടർ മൗലാന ആരിഫ് ഹുസൈൻ മൊയ്ലിയാരോടും ലിയാഖത്ത് അലി മുസ്ലിയാരോടുമാണ് ഞാൻ ചോദിക്കുന്നത്. ഡിങ്കമതത്തിന്റെ മുസ്ലിയാക്കന്മാരാണ് നമ്മൾ. അതുകൊണ്ട് ഞങ്ങളൊന്ന് പറഞ്ഞുതരും. നിങ്ങൾ ഹലോ അസ്സലാമു ഡിങ്ക ഐക്കും. ഇത് ഡിങ്കമതക്കാരുടെ ഇത് ആരിഫ് ഹുസൈൻ അയച്ച മെസ്സേജാണ്. The same message was sent to Arif Hussain, the atheist from Kerala. ഉസ്താദ് സുൽത്താൻ ഖമറുൽ ഉലമ ആരിഫ് ഹുസൈൻ തെരുവത്ത് അൽ ഡിങ്കവി അൽ മലയാളിയാണോ എന്നാണ് തോന്നുന്നത്. ആണെങ്കിൽ ദയവേത് റിപ്ലൈ ചെയ്യാൻ. താങ്കളുടെ ഒരു ഫാനാണ്. ഫാൻ എന്ന് പറഞ്ഞാൽ കറങ്ങുന്ന ഫാനല്ല, കറങ്ങാത്ത ഫാനാണ്. അപ്പോൾ So I said to Arif Hussain, this is Maula Cognition and I'm a fan of Arif Hussain. Fan means not the fan that circle in the ceiling, but the fan that enjoy a talk. ഈ താങ്കളുടെ വീഡിയോകളും ലെക്ചറുകളൊക്കെ ഞാൻ കണ്ടു, താങ്കളുടെ പ്രഭാഷണങ്ങൾ. താങ്കൾ ഈ നിങ്ങളുടെ ലിംഗമതത്തിന്റെ കുത്തുബുസ്സമാനായിട്ടുള്ള എസൻസ് ആണ് നിങ്ങളാണ് പറയപ്പെടുന്നത്. വലിയ ഔലിയൊക്കെയാണെന്നാണ് പറയുന്നത് ലിംഗമതത്തിന്റെ. They say that Arif Hussain is the Awliya Kutubuzzaman, means the spiritual pole of Dingan religion, means the religion of the comic character Dingan, which is a rodent, mice, rodent with like a superhero dress. അപ്പോൾ താങ്കളായിട്ട് നേരിട്ട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. എൻ്റെ പേര് ചുരുക്കി പറഞ്ഞാൽ ജൗഹർ അലി എന്നാണ് എൻ്റെ പേര്. ഞാൻ നാട് കോഴിക്കോടാണ്, ദേശം. ഇപ്പോൾ താമസിക്കുന്നത് UK യിലാണ്. UK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OK അല്ല, ഇംഗ്ലണ്ട്, യുണൈറ്റഡ് കിങ്ഡം ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ആൻഡ് നോർത്തേൺ അയർലൻഡ്. നോർത്തേൺ അയർലൻഡ് അല്ല താമസം, ഇംഗ്ലണ്ടിലാണ് താമസം. അപ്പോൾ താങ്കളുമായിട്ട് സംസാരിക്കാൻ ഒരു അവസരം ഉണ്ടെങ്കിൽ താങ്കളുടെ കനിവുണ്ടാവണം. അതിന് നമ്മൾ വൈബാണോ, നേർച്ചയോ, ആണ്ടോ അല്ലെങ്കിൽ ഉറൂസ് എന്താ നടത്തേണ്ടത് എന്നുള്ളതൊക്കെ പറഞ്ഞു തരാം. നിങ്ങളുടെ മതപ്രകാരം താങ്കളുമായിട്ട് സംവദിക്കാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ ഒക്കെ. UK യിലുള്ള കുറച്ച് സ്ത്രീകളുമായിട്ട്, സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലേഡീസ്, യങ്സ്റ്റേഴ്സ്, താങ്കളുടെ ചില ഇംഗ്ലീഷിലുള്ള ചില ആശയവിനിമയങ്ങൾ, ഇന്റർവ്യൂകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ പൊതുവെ താങ്കൾ ഒരു കരിസ്മാറ്റിക് ലീഡറാണെന്നാണ് മനസ്സിലാക്കുന്നത്. അവസരം ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം. ദയവേത് സമയമുള്ളപ്പോൾ താങ്കൾ മറുപടി നൽകും എന്ന് ഞാൻ കാണാൻ. ഞാൻ എന്നെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ കുറച്ച് മെസ്സേജുകളായിട്ട് അയച്ചു തരാം, വാട്സാപ്പ് വോയിസ് മെസ്സേജ് ആയിട്ട് അയച്ചു തരാം. താങ്ക് യു വെരി മച്ച്. ഈ ലോകത്ത് നടക്കുന്ന 99% കാര്യങ്ങൾ യുക്തി. So I gave it to him, I forwarded him the same message that I sent to Liyakkath Ali. അതായത് ലിയാഖത്ത് അലിക്ക് അയച്ചു കൊടുത്ത പിന്നുള്ള മെസ്സേജുകൾ ഞാൻ ഇദ്ദേഹത്തിനും അയച്ചു കൊടുത്തു. ആ മെസ്സേജിൻ്റെ ബാക്കി കാണാം. So after that I went to this website naqshbandi.org, our website, and explained this thing. Sufi saints in the battlefield of First World War. The miraculous things, the things that happen beyond logic, beyond rational thinking, scientific thinking in the World War. So it happened, British troops, a regiment of British troops consisting of over 400 members vanished in a cloud. The cloud descended and it took them with them in the First World War. In the World War, the Sufi saints in the First World War. And this is a quote from New Zealand Navy officer's witness statement. So the Sheikh Abdul Karim is explaining this thing, the miraculous clouds of Canicle or Gallipoli in the First World War. This is posted by the other people as well. You can read if the links are still available.
They have denied this article now. It was available before, and this channel Marilyn K. Dennis, this is still available there in their blog. This is what is explaining. So these are strange clouds that aren't moving. I have been watching since them moving. They look solid. So this is the story. Aeroplanes even disappeared. That's what it says there. So it's not it doesn't work with logical thinking or scientific thinking. This is a very important point. So there are things that doesn't make sense to the common sense, logical thinking. Hayyala scientific thinking it doesn't work with. So ഇതൊന്നും അയ്യാല സയൻറ്റിഫിക് തിങ് ശാസ്ത്രീയമായിട്ടുള്ള ചിന്തകൾക്കോ അല്ലെങ്കിൽ യുക്തിപരമായ ചിന്തകൾക്കൊന്നും വർക്ക് ചെയ്യാത്ത കാര്യങ്ങളാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഗല്ലിപ്പോളിയിൽ നടന്നത്, അതായത് ടർക്കിയുടെ കടൽ തീരത്ത് വെച്ച് നടന്നത്. അപ്പോൾ ഈ മിറാക്കിളിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുമ്പം നിങ്ങളുടെ ഹയ്യാല സയൻറ്റിഫിക് തിങ്കിങ് കയ്യാലപ്പുറത്ത് കയറുന്ന അവസ്ഥയാണ്. യുവർ ഹയ്യാല സയൻറ്റിഫിക് തിങ്കിങ് ഇസ് ഗോയിങ് ഓൺ ടു ദ cow ladder. So this is what we need to understand. Scientific thinking doesn't always support you. It's going to crush you down. Scientific thinking, logical thinking, they are going to crush you down and make you look like a fool when the miraculous thing again coming back to this world in the coming years, in the coming days and years. അപ്പം വരുന്ന വർഷങ്ങളിൽ ഇമാം മഹദി, ക്രൈസ്റ്റ് ഇവരെല്ലാം തിരിച്ചു വരുന്ന സമയത്ത്, ആൻറ്റി ക്രൈസ്റ്റ് ഇവിടെ വരുന്ന സമയത്ത് പല കാര്യങ്ങളും ഇവിടെ നടക്കാൻ പോവുകയാണ്. മെനി തിങ്സ് ആർ ഗോയിങ് ടു ഹാപ്പൻ വെൻ ആൻറ്റി ക്രൈസ്റ്റ് ഡിക്ലെയർസ് ആൻഡ് വെൻ ആഫ്റ്റർ ദ ഗ്രേറ്റ് വാർ മഹദി ആൻഡ് ക്രൈസ്റ്റ് കംസ്. ആ സമയത്തും നിങ്ങൾ അയ്യാല സയൻറ്റിഫിക് തിങ്കിൽ നിന്ന് കൂകി വിളിക്കാൻ അത് കേൾക്കാൻ കുറേ ഡിങ്കന്മാരുണ്ടാവും. അതായത് കോമിക് ക്യാരക്ടറിൻ്റെ ബുദ്ധിവൈഭവം മാത്രമുള്ള, അതായത് ബുദ്ധിവികാസം പ്രാപിക്കാത്ത കോമിക് ഏജ് വായിച്ച് കുത്തിരിക്കുന്ന പ്രായത്തിലുള്ള ആളുകൾ. ദേ ആർ ലൈക്ക് ദ ഏജ് ഓഫ് റീഡിങ് കോമിക്. So they have a deity called Dingan. So this is the god of Liyakkath and Arif Hussain. Wikipedia have a page for Dingan. So this is what they call God. Comic magazine for children. So this is where parody religion, social movement called Dingoism, social network, independent welfare groups in Kerala, which is the atheist and rationalist. So this is a message for all crazy Dinganists there. Assalamu ala mursaleen walhamdulillah rabbil alamin. ഇതൊക്കെ നിങ്ങളുടെ ഡിംഗ മതക്കാർക്കുള്ള ഒരു തുറന്ന ക്ഷണമാണ്. സംവാദത്തിനും ചർച്ചയ്ക്കുള്ള മൗല കോഗ്നിഷന്റെ തുറന്ന ക്ഷണമാണ്. ക്ഷണം സ്വീകരിച്ച് നിങ്ങൾ മുന്നോട്ട് വരിക. നാളെയാണ്. അതുകൊണ്ട് നമുക്ക് കാണാൻ വേണ്ടും ഡിങ്കാഹു അക്ബർ.